ഇന്ത്യയിലെ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ രോഹൻ എന്ന ബഹുമാന്യനായ ഒരു സെൻഗുരു താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകരെയും ആകർഷിച്ചു. അവർ താഴ്ന്ന വൈബ്രേഷനുകളുടെ ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രരാകാനും വ്യക്തിഗത വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും രഹസ്യങ്ങൾ തുറക്കാനും ആഗ്രഹിച്ചു. ശാന്തമായ ഒരു സായാഹ്നത്തിൽ നിഷ എന്ന യുവതി മാസ്റ്റർ രോഹനെ സമീപിച്ചു. അവളുടെ കണ്ണുകളിൽ ആത്മാർത്ഥത നിറഞ്ഞിരുന്നു. നിഷ ഒരു ചതിക്കുഴിയിൽ കുടുങ്ങിയതായി തോന്നുന്നു. തന്നെ തടഞ്ഞു നിർത്തുന്നതായി തോന്നുന്ന താഴ്ന്ന വൈബ്രേഷനുകൾക്ക് മുകളിൽ എങ്ങനെ ഉയരാമെന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം തേടി മാസ്റ്റർ രോഹൻ. നിഷ തുടങ്ങി. അവളുടെ സ്വരത്തിൽ വാഞ്ച നിറഞ്ഞു. ഞാൻ നിഷേധാത്മകതയുടെയും താഴ്ന്ന ഊർജത്തിൻ്റെയും ഒരു ചക്രത്തിൽ കുടുങ്ങിപ്പോയതുപോലെ തോന്നുന്നു. എന്നെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ദയനീയമായ ഒരു പുഞ്ചിരിയോടെ മാസ്റ്റർ രോഹൻ നിഷയെ തൻ്റെ ശാന്തമായ സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഒരു വ്യക്തിയെ താഴ്ന്ന വൈബ്രേഷനിൽ അകപ്പെടുത്തുന്ന 12 കാര്യങ്ങൾക്കുള്ളിൽ കിടക്കുന്ന കാലാതീതമായ ജ്ഞാനം നൽകാൻ തയ്യാറായി. പ്രിയപ്പെട്ട നിഷ, മാസ്റ്റർ രോഹൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ആ ശബ്ദത്തിൽ പ്രതിധ്വനിച്ചു. താഴ്ന്ന പ്രകമ്പനങ്ങളിൽ നിന്ന് മോചനം നേടുന്നത് സ്വയം കണ്ടെത്തലിൻ്റെ ആന്തരിക പ്രവർത്തനത്തിൻ്റെയും ഒരു യാത്രയാണ്. നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന 12 കാര്യങ്ങൾ പര്യവേക്ഷണം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പാത പ്രകാശിപ്പിക്കട്ടെ. അനുകമ്പയോടും ഉൾക്കാഴ്ചയോടും കൂടി നിഷയെ നയിച്ചുകൊണ്ട് അദ്ദേഹം ഇനി പറയുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. നിഷേധാത്മകത ചിന്ത ആളുകളെ താഴ്ന്ന വൈബ്രേഷനുകളിൽ അകപ്പെടുത്തുന്ന ഒരു പൊതുകെണിയാണ് നെഗറ്റീവ് ചിന്തയെന്ന് മാസ്റ്റർ രോഹൻ നിരീക്ഷിച്ചു. നെഗറ്റീവ് ചിന്തകൾ താഴോട്ടുള്ള സർപ്പിളം സൃഷ്ടിക്കുന്നു. അദ്ദേഹം നിഷയോട് വിശദീകരിച്ചു. അവർ സ്വയം പോഷിപ്പിക്കുകയും നിങ്ങളുടെ ഊർജം ചോർത്തുകയും അശുഭാപ്തി വിശ്വാസത്തിൻ്റെ ചക്രത്തിൽ നിങ്ങളെ കൊടുക്കുകയും ചെയ്യുന്നു. ഭയം നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന ഒരു ശക്തമായ ശക്തിയാണ്, മാസ്റ്റർ രോഹൻ കുറിച്ചു. ഭയം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു, അപകട സാധ്യതകൾ എടുക്കുന്നതിൽ നിന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നുവെന്ന് അദ്ദേഹം നിഷയോട് വിശദീകരിച്ചു. സ്വയം സംശയം ആത്മസംശയം നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും നിങ്ങളെ സ്തംഭനാവസ്ഥയിലാക്കുകയും ചെയ്യുന്നു, മാസ്റ്റർ രോഹൻ നിരീക്ഷിച്ചു. താഴ്ന്ന വൈബ്രേഷനുകളിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള താക്കോൽ ആത്മവിശ്വാസമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളുടെ മൂല്യം തിരിച്ചറിയാനും അവളുടെ കഴിവുകളിൽ വിശ്വസിക്കാനും അദ്ദേഹം നിഷയെ പ്രോത്സാഹിപ്പിച്ചു. പരിഹരിക്കപ്പെടാത്ത വികാരങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഭാരപ്പെടുത്തുന്നു, മാസ്റ്റർ രോഹൻ പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ നിങ്ങളെ ആന്തരിക പ്രക്ഷുബ്ധാവസ്ഥയിൽ അകപ്പെടുത്തുമെന്നതിനാൽ അവളുടെ വികാരങ്ങളെ അടിച്ചമർത്തുന്നതിനു പകരം അംഗീകരിക്കാനും പ്രോസസ്സ് ചെയ്യാനും അദ്ദേഹം നിഷയെ പഠിപ്പിച്ചു. സ്വയം സ്നേഹത്തിൻ്റെ അഭാവം നിങ്ങളുടെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളെ തന്നെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണ്, മാസ്റ്റർ രോഹൻ നിഷയെ ഉപദേശിച്ചു. അവളുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റിയും സമൃദ്ധിയും ആകർഷിക്കുന്നതിനുള്ള അടിസ്ഥാനം സ്വയം സ്നേഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വയം പരിചരണവും അനുകമ്പയും പരിശീലിക്കാൻ അദ്ദേഹം അവളെ പ്രേരിപ്പിച്ചു. ഭൂതകാലത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് ഭൂതകാലത്തെ മുറുക്കെ പിടിക്കുന്നത് നിങ്ങളെ വർത്തമാനകാലത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുന്നു, മാസ്റ്റർ രോഹൻ നിരീക്ഷിച്ചു. പശ്ചാത്താപവും നീരസവും ഉപേക്ഷിക്കാൻ അദ്ദേഹം നിഷയെ പ്രോത്സാഹിപ്പിച്ചു. വർത്തമാന നിമിഷത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും അനുഭവിക്കാൻ സ്വയം അനുവദിച്ചു. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുക. താരതമ്യം അസംതൃപ്തിയും അസൂയയും വളർത്തുന്നു, മാസ്റ്റർ രോഹൻ കുറിച്ചു. ഓരോ വ്യക്തിയുടെയും പാത അദ്വിതീയവും വിലപ്പെട്ടതുമാണെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം നിഷയെ ഉപദേശിച്ചു. ലക്ഷ്യത്തിൻ്റെ അഭാവം ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടതും പൂർത്തീകരിക്കപ്പെടാത്തതുമായി നിങ്ങൾക്ക് തോന്നും, മാസ്റ്റർ രോഹൻ പറഞ്ഞു. ലക്ഷ്യബോധം ജീവിതത്തിന് അർത്ഥം നൽകുകയും ഒരാളുടെ വൈബ്രേഷൻ ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അവളുടെ അഭിനിവേശങ്ങൾ കണ്ടെത്താനും അവളുടെ പ്രവർത്തനങ്ങളെ അവളുടെ മൂല്യങ്ങളായി വിന്യസിക്കാനും അദ്ദേഹം നിഷയെ പ്രേരിപ്പിച്ചു. അവബോധത്തെ അവഗണിക്കുന്നു. നിങ്ങളുടെ അവബോധം ഒരു വഴികാട്ടിയാണ്,
മാസ്റ്റർ റോഹൻ നിഷയെ ഓർമ്മിപ്പിച്ചു. അവളുടെ ആന്തരിക ജ്ഞാനം കേൾക്കാനും അവളുടെ അവബോധം പിന്തുടരാനും അവൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. അത് അവളെ വിന്യാസത്തിലേക്കും പൂർത്തീകരണത്തിലേക്കും നയിക്കുന്നു. അനാരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ. നിങ്ങളുടെ ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, മാസ്റ്റർ റോഹൻ നിരീക്ഷിച്ചു. ആരോഗ്യകരമായ ജീവിതശൈലി ഉയർന്ന സ്പന്ദനങ്ങളെയും മൊത്തത്തിലുള്ള സന്തോഷങ്ങളെയും പിന്തുണയ്ക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അവളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകാൻ അദ്ദേഹം നിഷയെ ഉപദേശിച്ചു. അതിരുകളുടെ അഭാവം. അതിരുകൾ നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുകയും നിങ്ങളുടെ ക്ഷേമം സംരക്ഷിക്കുകയും ചെയ്യുന്നു, മാസ്റ്റർ റോഹൻ നിഷയെ ഉപദേശിച്ചു. അവളുടെ ബന്ധങ്ങളിലും പ്രവർത്തനങ്ങളിലും ആരോഗ്യകരമായ അതിർവരമ്പുകൾ സ്ഥാപിക്കാൻ അദ്ദേഹം അവളെ പ്രേരിപ്പിച്ചു. അത് സ്വയം പരിചരണത്തിന് മുൻഗണന നൽകാനും അവളുടെ വൈബ്രേഷൻ നിലനിർത്താനും അവളെ പ്രാപ്തിയാക്കുന്നു. മാറ്റത്തിനെതിരായ പ്രതിരോധം. വളർച്ചയ്ക്ക് മാറ്റം അനിവാര്യമാണ്, മാസ്റ്റർ റോഹൻ പ്രസ്താവിച്ചു. പുതിയ അവസരങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള വാതിൽ തുറക്കുന്നുവെന്നറിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ സ്വാഭാവിക ഭാഗമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അദ്ദേഹം നിഷയെ പ്രോത്സാഹിപ്പിച്ചു. മാസ്റ്റർ റോഹൻ തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ നിഷയ്ക്ക് വ്യക്തതയും ശാക്തീകരണവും തോന്നി. പുതുക്കിയ നിശ്ചയദാർഢ്യത്തോടെ താഴ്ന്ന വൈബ്രേഷനുകളുടെ പിടിയിൽ നിന്നും സ്വയം മോചിപ്പിക്കാനും വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും പാത സ്വീകരിക്കുമെന്നും അവൾ പ്രതിജ്ഞയെടുത്തു. അതിനാൽ മാസ്റ്റർ റോഹൻ്റെ മാർഗനിർദ്ദേശപ്രകാരം നിഷ സ്വയം കണ്ടെത്തലിൻ്റെയും വിമോചനത്തിൻ്റെയും ഒരു യാത്ര ആരംഭിച്ചു. കുറഞ്ഞ പ്രകമ്പനങ്ങളിൽ അവളെ തടഞ്ഞു നിർത്തിയ 12 കാര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ അവൾക്ക് തൻ്റെ ഊർജം ഉയർത്താനും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ജീവിതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. ഒപ്പം നിവൃത്തിയും. If you love to watch this video, you can like, share and subscribe.